വരുന്ന 7 ദിവസം കേരളത്തിൽ വ്യാപകമായിട്ട് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ഇപ്പോ നമുക്ക് ഈ ആദ്യത്തെ 4 ദിവസം, അതായത് 4, 5, 6, 7 തീയതികളിൽ എല്ലാ ജില്ലകളിലും അലർട്ട് ഉണ്ട്. കൂടുതൽ ഭാഗം ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് മധ്യ കേരളത്തിൽ മാത്രം, നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിട്ടാണ് ഓറഞ്ച് അലർട്ട്. ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അപ്പോൾ ഈ ആഴ്ച ഒരു 7 ദിവസം നമുക്ക് നല്ല രീതിയിലുള്ള മഴ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ തുടർച്ചയായിട്ടുള്ള മഴയായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഈ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങും. ആദ്യത്തെ ദിവസങ്ങളിൽ അത്രയധികം ഇല്ലെങ്കിൽ പോലും. പിന്നെ അതിനൊപ്പം തന്നെ കാറ്റിനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി ഉണ്ട്. കാരണം മൺസൂൺ ഓൺസെറ്റ് സമയത്ത് പ്രത്യേകിച്ചും ഒരു കാറ്റിൻ്റെതായുള്ള ചില കാറ്റ് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ശക്തമായ കാറ്റുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിലുള്ള വിലക്കും ഒരു 5 ദിവസത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിലക്കും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിതി ഒരു ജൂൺ 10 വരേക്കും മഴ ഉണ്ടാകും. അതിനുശേഷം മഴ ഒന്ന് ശമിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഈ മൺസൂൺ കാറ്റ് അത് എത്രത്തോളം അപകടകാരിയാണ്, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് മൺസൂണിന്റെ എന്ന് വെച്ചാൽ ഇത് സ്റ്റഡി എന്ന് വെച്ചാൽ മിക്കവാറും പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിക്കനുസരിച്ചാണ് നമ്മുടെ മഴ ഉണ്ടാവുക. അപ്പം നല്ല കാറ്റുള്ളപ്പോഴോ നല്ല അതിശക്തമായ മഴ ഉണ്ടാവുന്നുള്ളത് ഒരു കാര്യം. പിന്നെ ശക്തമായ കാറ്റ് വീശുമ്പോൾ പലപ്പോഴും ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴുക, അല്ലെങ്കിൽ മഴ നനഞ്ഞ് കുതിർന്ന ചെറിയ അധികം ബലമില്ലാത്ത ചില സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ മൺസൂണിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു കാറ്റ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ വേനൽ മഴയോടൊപ്പം വരുന്ന കാറ്റ് വളരെ പെട്ടെന്ന് അങ്ങ് പോകും. ഇത് പക്ഷെ ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും വന്നുകൊണ്ടേയിരിക്കാം മൺസൂൺ സമയത്ത്. ഒരു ഈ കാറ്റ് ഇങ്ങനെ ഒരു സ്റ്റഡി ഫ്ലോ ആയിട്ട് തന്നെ എപ്പോഴും തന്നെ ഉണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. അപ്പോൾ സ്പീഡ് കൂടുന്ന സമയത്ത് ഇതുപോലുള്ള ചില നാശനഷ്ടങ്ങളോ ചെറിയ നാശനഷ്ടങ്ങൾക്കൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ശക്തമായ കാറ്റിനുള്ള ഒരു വാർണിംഗ് കൂടി കൊടുത്തിരിക്കുന്നത്. ഈ മുന്നേ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലവർഷം എത്തുമ്പോൾ ഇടിമിന്നൽ ഏത് രീതിയിലാണ് ഇനി പ്രകടമാകുന്നത്? അപകടകാരിയാണോ അതോ ആ ഒരു വലിയ ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ഒഴിഞ്ഞു പോയിരിക്കുകയാണോ? അതെ, കാലവർഷം തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇടിമിന്നലിനുള്ള സാഹചര്യം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അതിശക്തമായ ഒരു ചില സ്ഥലങ്ങളിൽ മാത്രമൊക്കെ ആയിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. അതിശക്തമായ മിന്നലും അങ്ങനെയൊന്നുമല്ല. വേനൽ മഴയോടൊപ്പം എന്നുള്ളത് വളരെ ശരിക്കും അപകടകാരിയാണ്. വേനൽ മഴയോടൊപ്പമുള്ള ഇടിമിന്നൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടിമിന്നൽ ഇന്നും നാളേക്കും മാത്രമേ ഉള്ളൂ ആ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ ഇടിമിന്നലിനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് ഈ കാലവർഷം ശക്തിപ്പെടുന്നതോടുകൂടി ഇടിമിന്നലിനുള്ള സാഹചര്യയും വളരെ കുറയും. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്, പക്ഷേ ഈ കാലവർഷമാണ് എത്തിയത് എന്നുള്ളത് എങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരിച്ചറിയുക? അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് അത് പ്രഖ്യാപിക്കുന്നത്? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാറ്റിന്റെ ദിശയിലുള്ള മാറ്റമാണ്. മൺസൂൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ പടിഞ്ഞാറൻ കാറ്റ് അന്തരീക്ഷത്തിൽ മിനിമം ഒരു 4.5 കിലോമീറ്റർ വരെയെങ്കിലും ഉയരത്തിൽ ഉണ്ടാവണം. പിന്നെ ഒരു വിൻഡിന്റെ ഒരു സ്പീഡിന് ഒരു ശക്തി കൂടിയ കാറ്റായിരിക്കണം. അത് തുടർച്ചയായിട്ട് നിൽക്കുന്ന ഇത് അങ്ങനെ അല്ലാതെയുള്ള സമയത്ത് വരുന്ന മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ പടിഞ്ഞാറൻ കാറ്റായിരിക്കണം നിർബന്ധമൊന്നുമില്ല. മൺസൂൺ സമയം എന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ദിശ എപ്പോഴും പടിഞ്ഞാറ് നിന്ന് തന്നെയായിരിക്കും. പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറാവാം, ചില സമയത്തെങ്കിലും അത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നായിരിക്കും. പക്ഷെ പടിഞ്ഞാറ് നിന്നാണ് കാറ്റ് എപ്പോഴും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറഞ്ഞത്. പിന്നെ മഴയുടെ ഒരു സ്വഭാവം. വേനൽ മഴ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തിയായ കാറ്റും ഒക്കെ ആയിട്ട് പെട്ടെന്ന് വന്ന് പെയ്തൊഴിഞ്ഞങ്ങ് പോകും. അത് ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ പകല് മുഴുവൻ ചൂട് പിടിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ഇടിമിന്നലോട് കൂടി ഒരു മഴ വന്ന് പെയ്ത് അന്തരീക്ഷം തണുത്ത് ആ മഴയ്ക്ക് ശേഷം മേഘങ്ങളെല്ലാം ആകാശമെല്ലാം തെളിഞ്ഞ് മഴമേഘങ്ങൾ മാറി ആകാശമൊക്കെ തെളിഞ്ഞ് അതൊരു 1 അല്ലെങ്കിൽ 2 മണിക്കൂർ തീരുന്നൊരു പ്രക്രിയയാണ്. കാലവർഷക്കാലത്തെ മഴ എന്ന് പറയുന്നത് ദിവസങ്ങളോളം ഇങ്ങനെ ആകാശം മേഘാവൃതമായിരിക്കും, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും.
സ്റ്റഡി ആയില്ല, അതായത് തുടർച്ചയായിട്ടുള്ള ചെറിയ മഴയോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ശക്തിയായ മഴയായിരിക്കും. പക്ഷെ തുടർച്ചയായിട്ടുള്ള മഴ ചില ദിവസങ്ങളിലേക്ക് അടുപ്പിച്ചായിരിക്കും. കുറച്ച് ദിവസങ്ങളിലേക്ക് നമുക്ക് സൂര്യനെ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മേഘാവരണം ഉണ്ടായിരിക്കും നമ്മളുടെ അന്തരീക്ഷത്തില്, ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അതാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ രണ്ട് മഴയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ സാങ്കേതികമായിട്ട് മറ്റ് ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് കൂടി മൺസൂൺ തന്നെയാണോ കാലവർഷം തന്നെയാണോ വന്നെന്നുള്ളതും നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് എല്ലാം, പിന്നെ കേരളത്തിൽ നല്ല രീതിയിൽ മഴ പെയ്യണം, 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യണം. അപ്പൊ അതിന് മുന്നുള്ള ദിവസങ്ങളെക്കാളും മഴയിൽ പ്രകടമായ ഒരു വ്യത്യാസം, അളവിൽ കൂടുതലുണ്ടാവണം, വ്യാപകമായിട്ട് കേരളത്തിൽ മഴ പെയ്യണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ്. അപ്പൊ അതെല്ലാം ഇന്നാണ് ആ കണ്ടീഷൻസ് എല്ലാം ഒത്തു വന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാലവർഷം വന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.